ഇന്നൊരു വീക്കെൻഡ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ യൂഷ്വൽ വീക്കെൻഡ്സ് ഇങ്ങനെയൊന്നും ആയിരിക്കില്ല, പക്ഷേ ഇപ്രാവശ്യം അഭി നാട്ടിൽ നിന്ന് വന്നതുകൊണ്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. ഞാനിപ്പോൾ കോളേജിൽ നിന്ന് ഡ്യൂട്ടി ടൈം കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ. ഇനി നമ്മൾ ആലപ്പുഴയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബീച്ച് സൈഡിൽ എവിടെയെങ്കിലും ഒരു സ്റ്റേ ഒക്കെ അന്വേഷിച്ചിട്ട്. അങ്ങനെ ഫൈനലി നമുക്ക് സ്റ്റേ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ബീച്ച് ആക്സസ് ഒക്കെ ഉള്ള ഒരു സ്റ്റേ ആണ്. ഇതൊരു പ്രെറ്റി ഡീസൻറ്റ് പ്ലേസാണ്. വെരി മിനിമലായിട്ടുള്ള ഒരു സ്റ്റേ ആണ്. അധികം ലക്ഷറിയസ് ആയിട്ടോ അല്ലെങ്കിൽ ആഷ് പോഷ് ആയിട്ടുള്ളൊരു സെറ്റപ്പ് ഒന്നും ഇവിടെ ഇല്ല. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ഇവിടുത്തെ ബീച്ച് ആക്സസ് ആണ്. നമുക്ക് ഡയറക്റ്റ് ബീച്ചിലോട്ട് പോകാൻ പറ്റും. ഉച്ച സമയമായതുകൊണ്ട് ഇപ്പോൾ ബീച്ചിൽ ആൾക്കാരൊന്നുമില്ല. ഭയങ്കര പീസ്ഫുൾ ആൻഡ് കാമായിട്ട് കിടക്കുകയാണ്. ഒരു വൈകുന്നേര സമയമൊക്കെ ആകുമ്പോഴേക്കും നല്ല ആൾക്കാരുണ്ടാവും. പിന്നെ ഈ ഒരു പോർഷനിൽ കുറച്ച് ആൾക്കാരേ ഉണ്ടാവുള്ളൂ. മെയിൻ ബീച്ചിലുള്ള അത്ര ആൾക്കാർ ഇവിടെ ഉണ്ടാവില്ല. ഇനി റൂമിലേക്ക് വരികയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൂം അധികം ഭയങ്കര സംഭവമൊന്നുമല്ല. ഒരു ഡീസൻറ്റ് റൂം, 2 പേർക്ക് നിൽക്കാൻ പറ്റിയ പ്രെറ്റി ഡീസൻറ്റ് റൂമാണ്. ഫുഡൊക്കെ ഒന്ന് ഓർഡർ ചെയ്ത് കഴിച്ചതിന് ശേഷം ഞങ്ങൾ മെല്ലെ ബീച്ചിലേക്ക് ഇറങ്ങി. ബീച്ചിലധികം ആരും ഉണ്ടായിരുന്നില്ല. അവിടെ ഇവിടെയൊക്കെ 1-2 പേരുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ബീച്ചിലെ ടൈം നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. അങ്ങനെ ഒരു 5 മണിയായപ്പോൾ ഞങ്ങളൊന്ന് ഫ്രഷായിട്ട് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി. ഞങ്ങൾ പോണത് ബീച്ചിൻ്റെ അധികം റഷൊന്നും ഇല്ലാത്തൊരു ഏരിയക്ക് തന്നെയാണ്, കുറച്ചുള്ളിലേക്കായിട്ട്. അപ്പോൾ അവിടെ നിന്ന് ചായ കുടിക്കാം, എന്തെങ്കിലും കടിയൊക്കെ വാങ്ങി കഴിക്കാം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ റൂമിലേക്ക് തന്നെ തിരിച്ച് നടന്നു. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. ഇനി സൺസെറ്റൊക്കെ റൂമിലല്ല, റൂമിൻ്റെ ഫ്രണ്ടിലുള്ള ബീച്ചിലിരുന്നിട്ട് കാണണം. ആലപ്പുഴയിലെ സൺസെറ്റ്സ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. സ്കൈൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സും പിന്നെ സണ്ണ് മെല്ലെ ഇങ്ങനെ കടലിലേക്ക് ഇറങ്ങി പോകണതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. നമ്മളിങ്ങനെ കണ്ടിരുന്നു പോവും. സണ്ണ് പോയി കഴിഞ്ഞിട്ട് സ്കൈ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടതിൽ ഒരു ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺസെറ്റ് തന്നെയായിരുന്നു അത്. നൈറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ സ്റ്റേൻ്റെ തൊട്ടടുത്തുള്ള ഒരു ബീച്ച് റെസ്റ്റോറൻറ്റിലാണ് പോയത്. അവിടുത്തെ വൈബും ഫുഡും എല്ലാം അടിപൊളിയായിരുന്നു. നമ്മൾ ഓർഡർ ചെയ്തത് ചിക്കൻ ലോഡഡ് ഫ്രൈസ്, ചിക്കൻ ഫ്രൈഡ് റൈസ്, അതേപോലെ തന്നെ ക്വാർട്ടർ അൽഫാം ഓർഡർ ചെയ്തിരുന്നു. 3ഉം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ ലോഡഡ് ഫ്രൈസ് ആയിരുന്നു.
ഉച്ചയ്ക്ക് 11 മണിക്കാണ് നമ്മുടെ ചെക്ക് ഔട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. നമ്മൾ നേരെ അബിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാമെന്നായിരുന്നു നമ്മുടെ പ്ലാൻ. നമുക്ക് തിരിച്ച് പോകുന്നതൊക്കെ നമ്മൾ മെയിൻ ബീച്ചിൻ്റെ ഏരിയയിലൊന്ന് ഇറങ്ങി. അവിടെ ഒരു ഫുഡ് സ്ട്രീറ്റ് പോലത്തെ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോയി നോക്കി. അവിടെ ഷോപ്സ് ഒന്നും ഓപ്പൺ ആയിരിക്കും എന്ന് വിചാരിച്ചതല്ല, കാരണം അവിടെ കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ളത് നൈറ്റിലാണ്. നമ്മൾ പോയി നോക്കിയപ്പോൾ ഒരു 1-2 ഷോപ്സ് ഓപ്പൺ ആയിട്ടുണ്ട്, പിന്നെ 3-4 ഷോപ്സ് ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ വേഫിൾസിൻ്റെ ഒരു ഷോപ്പ് കണ്ടു. അവിടുത്തെ വേഫിൾസ് ഉണ്ടാക്കുന്ന കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നല്ല അഫോർഡബിൾ റേറ്റിലാണ് അവർ വേഫിൾസ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ 2 വേഫിൾസ് വാങ്ങി. ചുറ്റി നടന്ന് ഞങ്ങൾ ഐസ്ക്രീമും കൊത്തുപൊറോട്ടയൊക്കെ കഴിച്ചു. ഫ്രണ്ടിൻ്റെ വീട്ടിലെത്താനും കുറച്ച് ലേറ്റായി. അവിടെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഒരു ചെറിയൊരു ആഫ്റ്റർനൂൺ നാപ്പൊക്കെ എടുത്തതിന് ശേഷം കൈനഗിരി ഹൗസ് ബോട്ട് ടെർമിനലിൽ പോയി. നമുക്ക് സ്പീഡ് ബോട്ടിലൊക്കെ പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ അബിയും ഞാനും അബിൻ്റെ ഫ്രണ്ടും കൂടി ആയിട്ടാണ് പോയത്. കുറച്ച് ഗ്ലൂമി ഡേ ആണ്, അതുകൊണ്ട് തന്നെ സൺസെറ്റ് അത്ര പെർഫെക്റ്റ് അല്ല, പക്ഷേ സ്റ്റിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. പേടിയൊക്കെ ഉണ്ടെങ്കിലും ബോട്ട് റൈഡൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു. ഇനി ഞാൻ നേരെ ഹോസ്റ്റലിൽ പോവുകയാണ്, അബി നേരെ വീട്ടിലും പോവും. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ വീക്കെൻഡ് വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.